ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എത്തിയിരിക്കുന്ന ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. പനീർ ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ ഡിലേ ആവുന്നതിന് കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാനെങ്കിൽ ഡിലേ ആവുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഒക്കെ ഒന്ന് ഓക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ 4 ഗ്ലാസ്സോളം ജീരകശാലയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്കിനി 2 സവാള കട്ട് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള പനീർ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ശേഷം നമുക്ക് അരി ഒന്ന് കുതിർത്തിയതിന് ശേഷം ഒന്ന് ഊറ്റി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും നമുക്കതിലേക്ക് ഇനി പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്കൊന്നൊന്ന് ചൂടാക്കി എടുക്കണം. ശേഷം നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അത് വഴറ്റണം. സവാള നന്നായി വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിനി നമ്മുടെ പനീറിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടൊന്ന് 10 മിനിറ്റ് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് പൊടിയുടെ എല്ലാ പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരണം. ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതേസമയം ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന പനീരൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിന് അതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. പനീർ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തക്കാളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് 1.5 ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്കൊരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടാൻ വരുമ്പോഴേക്കും ഞാനതിലേക്ക് 2 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ശേഷം അതിലേക്ക് 2 ഏലക്കയും 2 ഗ്രാമ്പും
പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കഴുകി ഊറ്റി മാറ്റി വെച്ചിരുന്ന അരി ചേർത്ത് അരി ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അരി ഫ്രൈ ആയി വന്നപ്പോഴേക്കും അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു 4 ഗ്ലാസ് അരിക്ക് ഒരു 8 ഗ്ലാസോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ അരി പകുതി വേവായിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം. ശേഷം ഞാനതിലേക്ക് കുറച്ച് നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒന്നുകൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം കിട്ടിയിട്ടുണ്ട്. നല്ല പാകം വേവായിട്ടുണ്ട്. അരിയൊക്കെ നല്ല വിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ദം ചെയ്യാം. അതിനെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പനീർ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒറ്റ ലെയറായിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ താഴ്ഭാഗത്ത് നമ്മുടെ പനീർ മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് റൈസ് ഞാൻ ഇട്ട് കൊടുത്ത് മുഴുവനായിട്ട് ഫില്ല് ചെയ്തിട്ട് വരാം. നമുക്കിനി റൈസിന് മുകളിലേക്ക് നമുക്കിനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് കൂടി ഞാനിവിടെ നെയ്യിൽ വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരി എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയിലയും പുതിനയും ഇല്ലാത്തതുകൊണ്ടാണ് ഇടാതിരുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മല്ലിയിലയും പുതിനയിലയും മുന്തിരിയും കിട്ടാൻ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.